കുറെ കാലമായി മേക്കിങ്ങിൽ കിടക്കുന്ന മമ്മൂട്ടി ചിത്രമായ ബസൂക്ക ഒരർത്ഥത്തിൽ ഒരു കഥാപാത്രത്തിന്റെ ഈഗോ കാരണം സംഭവിക്കുന്ന ഒരുപാട് കാട്ടിക്കൂട്ടലുകളാണ്. ഈ പടത്തിന്റെ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ലുക്ക് ആൻഡ് ഫീൽ ഒക്കെ കാണുമ്പോൾ സിനിമയിൽ തന്നെ ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്രയോഗമാണ് പടത്തെക്കുറിച്ച് പറയാൻ ബെസ്റ്റ് എന്ന് തോന്നുന്നു. ഹൈ റിസ്ക് ലോ വാല്യൂ. ക്ലീഷേ ആയിട്ടുള്ള ഒരുപാട് ബിൽഡപ്പുകളും വലിയ സർപ്രൈസായി തോന്നാൻ സാധ്യതയില്ലാത്ത തരം ട്വിസ്റ്റുകളും നിറഞ്ഞ ഈ സിനിമയെ നവാഗതനായ ഡീനോ ഡെന്നിസ് അവസാന നിമിഷം വേറെ ഒരു തരം മമ്മൂട്ടിയെ കാണിച്ച് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതുവരെ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഓവറായിട്ടുള്ളതും തണുപ്പനായിട്ടുള്ളതുമായിട്ടുള്ള തിരക്കഥ വരുത്തി വെച്ച ആഘാതം ഇല്ലാതാക്കാൻ ഈ അവസാന മിനിറ്റ് പരിപാടിക്ക് സാധിക്കുന്നില്ല. പരിക്ക് കുറയ്ക്കാൻ വേണ്ടി ശ്രമിച്ച ചില കാട്ടിക്കൂട്ടലുകൾ പോലെയാണ് ആ ഭാഗം കണ്ടപ്പോൾ തോന്നിയത്. കൊച്ചി നഗരത്തെ ചുറ്റിപ്പറ്റിയാണ് കഥ നടക്കുന്നത്. ഗുണ്ടകളും ഡ്രഗ് മാഫിയയും ഒക്കെ അഴിഞ്ഞാടുന്ന കൊച്ചി ഇന്ത്യയിലെ തന്നെ ഏറ്റവും ക്രൈം റേറ്റ് ഉള്ള സിറ്റികളിൽ ഒന്നായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ അവസരത്തിൽ അവിടെ എത്തിയ ACP ബെഞ്ചമിൻ ജോഷുവ സിറ്റിയെ ഒന്ന് വൃത്തിയാക്കി എടുക്കുക എന്ന ടാസ്ക് ഏറ്റെടുക്കുന്നു. അതിൽ അയാൾ നല്ല രീതിയിൽ തന്നെ വിജയിക്കുന്നു. എന്നാൽ ഈ വൃത്തിയാക്കൽ പരിപാടിയിൽ ബെഞ്ചമിൻ ശത്രുവാക്കിയ ഒരു ഗെയിമർ അയാളെ ചാലഞ്ച് ചെയ്യാൻ തീരുമാനിക്കുന്നു. ചെയ്യാൻ പോകുന്ന മോഷണങ്ങളെ ആദ്യമേ ബെഞ്ചമിനെ അറിയിച്ച് പരിഹസിക്കുന്ന ഒരു രീതിയായിരുന്നു അത്. ഈ ഒരു സാഹചര്യത്തിൽ ബെഞ്ചമിനെ സഹായിക്കാൻ വരുന്ന അജ്ഞാതനും ബെഞ്ചമിനും ചേർന്ന് സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നതാണ് നമ്മൾ ഈ സിനിമയിൽ കാണുന്നത്. ഫ്രെയിമുകളൊക്കെ വളരെ സ്റ്റൈലിഷ് ആയിട്ട് തന്നെ കാണണമെന്ന നിർബന്ധം കലൂർ ഡെന്നിസിന്റെ മകനായിട്ടുള്ള സംവിധായകൻ ഡീനോ ഡെന്നിസിനുണ്ട്. ഈ സിനിമയുടെ ഇതുവരെ ഇറങ്ങിയിട്ടുള്ള ട്രെയിലറും ടീസറും ഒക്കെ കണ്ടാൽ തന്നെ ഇതിനെ ഒരു ഫാൻ സർവീസ് ആയിട്ട് അപ്രോച്ച് ചെയ്താൽ മതി എന്ന രീതിയിലാണ് അവർ പ്രൊമോട്ട് ചെയ്തിട്ടുള്ളത്. മമ്മൂട്ടിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയാണെങ്കിലും ഒന്നാമത്തെ പകുതിയിൽ നടക്കുന്ന പല ആക്ഷൻ ബ്ലോക്കുകളും കഥയ്ക്ക് ആവശ്യമുണ്ടായിട്ട് ചെയ്യുന്നത് പോലെ തോന്നിയിട്ടേ ഇല്ല. ഇതെങ്ങനെ ഒരു സ്റ്റൈലൻ പരിപാടിയാക്കാം എന്നതിനു വേണ്ടി കുത്തിക്കയറ്റിയതുപോലെയാണ് തോന്നിയത്. സിനിമ കണ്ടു കഴിയുമ്പോൾ ശരിയായ കഥ എന്താണെന്ന് മനസ്സിലായി കഴിയുമ്പോൾ ഒരാൾ എന്തിനാണ് ഇങ്ങനെ കുഴപ്പം പിടിച്ച പോലീസും കള്ളനും കളി ഡിസൈൻ ചെയ്തത് എന്ന ചോദ്യം നമ്മളിൽ ഉണ്ടാകും. സ്പോയിലർ ആയതുകൊണ്ട് ഞാനത് പറയുന്നില്ല. പക്ഷെ നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ എന്തിനാണ് ഇതെല്ലാം നടന്നത് എന്ന് ആലോചിച്ചാൽ ബസൂക്ക വളരെ സില്ലി ആയിട്ടുള്ള ഒരു ത്രില്ലറാണെന്ന് മനസ്സിലാകും. ഡീനോയുടെ എഴുത്ത് തന്നെയാണ് ഈ സിനിമയിലെ പ്രധാന വില്ലൻ. ഒരു വൺ ലൈനർ ലെവലിൽ ഈ ഒരു ആശയം സ്വല്പം ഇൻട്രസ്റ്റിംഗ് ആണ്. പക്ഷേ ഈ ഗെയിമിംഗ് പശ്ചാത്തലം വെറും ഒരു ബാക്ക് ഡ്രോപ്പ് ചേഞ്ച് മാത്രമാണ്. മേജർ കഥയിലെ ഒരു ഭാഗത്ത് അവതരിപ്പിക്കാനുള്ള ടൂള് മാത്രം. കഥ എന്താണെന്ന് ചോദിച്ചാൽ കാര്യം വളരെ ജനറിക് ആയതുകൊണ്ട് ഇതിന്റെ തിരക്കഥയുടെ സ്ട്രക്ചറിങ് നന്നായാൽ മാത്രമേ സിനിമയ്ക്ക് പ്രതീക്ഷയുണ്ടായിരുന്നുള്ളൂ. അതിലാണെങ്കിൽ സംവിധായകൻ പരാജയപ്പെടുകയാണ്. ആദ്യ പകുതിയിലൂടെ നമ്മൾ അറിയുന്ന പല ബാക്ക് സ്റ്റോറികളും സംഭവിക്കാൻ സാധ്യതയുള്ള ട്വിസ്റ്റിനെ കുറിച്ച് നമ്മൾക്കൊരു ധാരണ തരുന്നുണ്ട്. ഒടുക്കം ആ ട്വിസ്റ്റുകൾ സംഭവിക്കുമ്പോൾ നമ്മൾ ഊഹിച്ച രീതിക്ക് കൃത്യം വന്നിട്ടില്ലെങ്കിലും എവിടെയൊക്കെയോ കണ്ടു മറന്നതുപോലത്തെ പരിപാടി തന്നെയാണ് സ്ക്രീനിൽ നമ്മൾ കാണുന്നത്. ചില സ്ഥലങ്ങളിലൊക്കെ ഇൻവെസ്റ്റിഗേഷൻ ഭാഗങ്ങൾ സ്വല്പം കോമഡിയാണ്. ട്രോഫി കട്ട് ഓടുന്ന വില്ലന്റെ CCTV ഫുട്ടേജ് നോക്കുന്ന ഒരു സീനുണ്ട്. ആർക്കും കാണാൻ പറ്റുന്ന പോലത്തെ ആ വിഷ്വൽ അത്രയും ആളുകളുള്ള ആ റൂമിൽ കാണുന്നത് ACP മാത്രമാണ്. ഇതൊന്നും പോരാഞ്ഞിട്ട് പുള്ളിയുടെ വക ഒരു ഡയലോഗും ദാറ്റ്സ് അവർ മാൻ. എന്തിനോ വേണ്ടിയാണ് എന്ന് തോന്നുന്ന ഇന്റർവെൽ ഫൈറ്റ് സിനിമ കഴിയുമ്പോൾ ലോജിക്കലി കറക്റ്റ് ആണെങ്കിലും ഇത്രയും വലിയ സന്നാഹങ്ങളൊക്കെ എന്തിനു വേണ്ടിയായിരുന്നു എന്ന് ആലോചിക്കുമ്പോൾ റോസ്റ്റ് ചാനലുകൾക്ക് ഈ സിനിമ പ്രിയങ്കരമാകാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. എമ്പുരാനിൽ എല്ല് കണ്ടതുപോലെ ഇവിടെ വേറൊരു ഐറ്റം കാണിക്കുന്നുണ്ട്. സിനിമ ഡിമാൻഡ് ചെയ്യുന്നത് സ്റ്റൈൽ ആയതുകൊണ്ട് നിയോൺ ലൈറ്റുകളുള്ള ഗെയിമിംഗ് സെറ്റപ്പും ആൻറ്റീക് ലുക്കുള്ള ഫ്രെയിമുകളും വളരെ ഫ്ലാറ്റ് ആയിട്ട് ലൈറ്റ് ചെയ്തിട്ടുള്ള ലക്ഷറി കാണിക്കുന്ന ഫ്രെയിമുകളും ഒക്കെയാണ് നിമിഷ് രവിയുടെ ക്യാമറയിൽ പതിഞ്ഞിട്ടുള്ളത്. തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ഹൈ വോളിയത്തിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വരുന്നുണ്ട്. പടത്തിൽ അരോചകമായിരുന്നെങ്കിലും എൻ്റെ തൊട്ടടുത്തിരുന്ന വ്യക്തി ഒരു മര്യാദയില്ലാതെ ഫോണുകൾ അറ്റൻഡ് ചെയ്യുന്നത് കണ്ട് അയാൾക്കത് നല്ല ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് എനിക്കൊരു സന്തോഷമുണ്ടായിരുന്നു. പേര് മര്യാദയ്ക്ക് വെളിപ്പെടുത്താത്ത മമ്മൂട്ടിയുടെ കഥാപാത്രം മമ്മൂട്ടി എന്ന നടനെ സംബന്ധിച്ചിടത്തോളം യാതൊരു തരത്തിലുള്ള വെല്ലുവിളിയും ഉയർത്തുന്ന ഒന്നായിരുന്നില്ല. ഏത് ഡ്രസ്സ് കൊടുത്താലും അത് ഏറ്റവും ഭംഗിയിൽ ക്യാരി ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് ആരാധകർക്ക് കണ്ടിരിക്കാൻ പാകത്തിലുള്ള ഒരു ഫാഷൻ ഷോ ആക്കി ഈ സിനിമയെ മാറ്റുന്നുണ്ട്. അവസാന ഭാഗങ്ങളിൽ ഷൈൻ ടോം ചാക്കോയും രൺവീർ സിംഗും ഒരുമിച്ചാലുള്ള പോലത്തെ ഒരു ഐറ്റം മമ്മൂട്ടി കാണിക്കുന്നുണ്ട്. ആകപ്പാട മരുഭൂമിയായ ആ സിനിമയിലെ ഒരു ചാറ്റൽ മഴയായിരുന്നു ഈ ഭാഗം. ഇത് സംഭവിക്കുന്നത് സിനിമയുടെ അവസാന ഭാഗത്തേക്കായതുകൊണ്ട് തരക്കേടില്ലാത്ത എന്തോ കണ്ടു എന്നൊരു ഇല്യൂഷൻ ചിലർക്കെങ്കിലും തോന്നിയേക്കാം. ഗൗതം മേനോനും ഇവിടെ കാര്യമായ പണി സ്റ്റൈലായി ഡയലോഗ് പറയലും നടക്കലും ഒക്കെയാണ്. ട്രെയിലർ കണ്ടപ്പോൾ പേടിച്ച അത്ര കുഴപ്പം പുള്ളിയുടെ മലയാളം ഡയലോഗ് ഡെലിവറിക്ക് ഉണ്ടായിരുന്നില്ല. ഹക്കീം ഷായ്ക്ക് കാര്യമായി അഭിനയിച്ച് ഫലിപ്പിക്കാനൊന്നും ഇല്ലെങ്കിലും മമ്മൂട്ടിയോടൊപ്പം ത്രൂ ഔട്ട് ആയിട്ടുള്ള ഒരു റോളാണ് കിട്ടിയിട്ടുള്ളത്. ഈ സിനിമയിലെ മറ്റ് കഥാപാത്രങ്ങളെല്ലാം ഏറെക്കുറെ ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റുകളാണ്. ഒരു ബർത്ത്ഡേ ഗിഫ്റ്റിലൂടെ കള്ളൻ കൊടുത്ത ക്ലൂ ഇൻവെസ്റ്റിഗേഷൻ ടീം കണ്ടുപിടിക്കുന്ന ഒരു സീൻ സെക്കൻഡ് ഹാഫിലുണ്ട്. ഏതാണ്ട് വാപ്പച്ചിയുടെ ലെഗസി ലെവൽ ഡീകോഡിംഗ് ആയിരുന്നു അത്. സ്ഥിരം വീഞ്ഞ് പുതിയ ബോട്ടിലിൽ പുതിയ ലേബലിൽ വിളമ്പിയ സാധനമാണ് ബസൂക്ക. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ലേബൽ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. ബോട്ടിൽ റീഡിസൈൻ ചെയ്യാനാണെങ്കിൽ അവരൊട്ട് മെനക്കെട്ടിട്ടുമില്ല. മമ്മൂട്ടി സ്ലോ മോഷനിൽ പല പല ഡ്രസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന മാഷപ്പ് വീഡിയോകൾ എത്ര നേരം വേണമെങ്കിലും കണ്ടിരിക്കാൻ പറ്റുന്ന ആളാണ് നിങ്ങളെങ്കിൽ ഈ സിനിമ നിങ്ങളെ മുഷിപ്പിക്കില്ല. കൊറോണയ്ക്ക് ശേഷം വളരെ വ്യത്യസ്തമായ സിനിമകൾ ചൂസ് ചെയ്ത് പ്രേക്ഷകരെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയായിരുന്നു മമ്മൂട്ടി. എന്നാൽ ഈ പടത്തെ ആ ഗണത്തിൽ കൂട്ടാൻ പറ്റില്ല. വേറൊരു കാര്യം, വേറെ ഏത് തിയേറ്റർ കുലുങ്ങിയില്ലെങ്കിലും ഇന്ന് രാവിലെ വനിതാ തിയേറ്റർ ഇളകി മറിഞ്ഞു കാണും.
കാരണം സിനിമയിലുണ്ട്. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും കരുതുന്നു. താങ്ക്